പരിസ്ഥിതി ദിന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന ഗവർണറുടെ ആവശ്യത്തിന് വഴങ്ങാതെ സംസ്ഥാന സർക്കാർ രാജ്ഭവനിൽ നിന്ന് കൃഷിവകുപ്പിന്റെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുക സാധ്യമല്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനെ അറിയിച്ചു. കൃഷിമന്ത്രിയും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ എന്തു വേണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കുമെന്നാണ് ഗവർണറുടെ നിലപാട്. നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനവേ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സഫ്വാൻ കാളികാവിനോടൊപ്പം തിരുവനന്തപുരത്ത്. സഫ്വാൻ, ഈ പി പ്രസാദ് ഈ കാര്യത്തിൽ പറയുന്ന നിലപാട് എന്താണ്? സമ്പൂർണ്ണമായി RSSനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു, അത് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മാറ്റിയെന്നാണോ? അതെ നിഷാദ്, ഈ രാജ്ഭവനിലായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ കൃഷി വകുപ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ തലേ ദിവസം രാജ്ഭവൻ നൽകിയ ഷെഡ്യൂളിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് ഈ പരിപാടി മാറ്റിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കൃഷിമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ ദർബാർ ഹാളിലെ പരിപാടിക്ക് ശേഷമാണ് കൃഷിമന്ത്രി ഇത്തരത്തിലൊരു മറുപടി തന്നത്. RSS രീതിയിൽ ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തുന്നത് ഒരു സർക്കാർ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം തീരെ യോജിച്ച ഒരു രീതിയല്ല. അത് ഗവർണറെ, ഈ നിലപാട്, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഗവർണറെ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അങ്ങനെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷി വകുപ്പിന്റെ തന്നെ പല രീതിയിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് നടക്കേണ്ട ഒരു പരിപാടിയാണ് ഇത്തവണ രാജ്ഭവനിൽ ഇന്ന് 11 മണിക്ക് നടത്തേണ്ടിയിരുന്നത്. ആ പരിപാടിയിൽ ഗവർണറുടെ പോസ്റ്റർ അടക്കമുള്ള ഗവർണറുടെ ചിത്രമടക്കമുള്ള പോസ്റ്ററുകൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഗവർണറുടെ ഭാഗത്ത് നിന്ന്, രാജ്ഭവന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നതും സംസ്ഥാന സർക്കാർ ഇതിന് തയ്യാറാവാതെ ദർബാർ ഹാളിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും. ഷിജോ കുര്യൻ കൂടി എൻ്റെ കൂടെ. ഷിജോ, ഗവർണർ ഓഫീസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്താണ്? സർക്കാർ ഈ പരിപാടി ഇങ്ങോട്ടേക്ക് മാറ്റുന്നു എന്ന തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണോ? നിഷാദ, RSSന്റെ ആശയം ഒളിച്ചു കടത്താനുള്ള ശ്രമം തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്നതാണ്. കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി നടത്താൻ നിശ്ചയിച്ചത് രാജ്ഭവനിലായിരുന്നു. അതിന്റെ ഉദ്ഘാടകൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായിരുന്നു. ഈ സംഭവത്തിനകത്ത്, ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രം, ഭാരതാംബയുടെ ചിത്രത്തിനകത്ത് പുഷ്പാർച്ചന നടത്തണം എന്നുള്ള നിലപാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിക്കുന്നു. അതിന് കഴിയില്ല എന്നുള്ള നിലപാട് കൃഷിമന്ത്രിയും കൃഷി വകുപ്പും സ്വീകരിക്കുന്നു. അതോടുകൂടിയാണ് ഈ പരിപാടിയുടെ വേദി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. ഈ സംഭവം വിവാദമായതിന് പിന്നാലെ രാജ്ഭവൻ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, രാജ്ഭവനിൽ ഏത് പരിപാടി എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് രാജ്ഭവനാണ്. രാജ്ഭവൻ നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ ആ പരിപാടികൾ നടക്കും. അതിനകത്ത് മാറ്റം വരുത്താൻ മറ്റൊരാൾക്കും അവകാശമില്ല എന്നുള്ള നിലപാടാണ് ഇക്കാര്യത്തിനകത്ത് ഗവർണറും രാജ്ഭവനും സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇക്കാര്യം കൃഷിമന്ത്രിയെ ഫോണിലൂടെ അറിയിക്കുകയും ചെയ്തു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവം ഇങ്ങനെ ആയതിനു പിന്നിൽ മുഖ്യമന്ത്രി കൃഷിമന്ത്രിയുമായിട്ട് ഫോണിൽ ആശയവിനിമയം നടത്തുകയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജ്ഭവനിൽ നിന്ന് മാറ്റിയ പരിപാടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടത്താൻ നിശ്ചയിക്കുകയും തീരുമാനിച്ചത്. അത് മാത്രമല്ല, ഈ പരിപാടി നടക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയും എന്നുള്ള നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 11:30 സെക്രട്ടറിയിൽ നടന്ന പരിപാടിയിൽ കൃഷിമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുത്തത്. ചീഫ് സെക്രട്ടറി പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത്. എന്തായാലും ഇതിനകത്ത് രാജ്ഭവന്റെ നിലപാട് എന്ന് പറയുന്നത്, രാജ്ഭവനിൽ ഒരു പരിപാടി നടത്താൻ അത് രാജ്ഭവൻ നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ നടത്തണം എന്നുള്ളതാണ്. അതിനകത്ത് മാറ്റം വരുത്താൻ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അവകാശമില്ല എന്നുള്ള നിലപാട് രാജ്ഭവൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ RSS ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയേ മതിയാകുമെന്ന ഗവർണറുടെ വാശി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല.
ഷിജോയും ഒപ്പം സഫ്വാനുമാണ് വിവരങ്ങൾ നൽകിയത്.